നൂറ് ഒന്നും മിണ്ടുന്നില്ല എന്നായിരുന്നു കേട്ടോ ലാലേട്ടൻ്റെ ഉൾപ്പെടെയുള്ള പരാതി. അപ്പം ഇന്നലത്തോടെ നൂറ ആ പരാതി അങ്ങ് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ലൈവ് കത്തിച്ചത് നൂറയാണ്. അപ്പോൾ ചെറിയൊരു കാഞ്ചനയായിട്ടൊക്കെ നൂറ മാറിയിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല, ഈ റെനയുടെ ഇറിറ്റേഷൻ കാരണം തന്നെയാണ് കേട്ടോ പുള്ളിക്കാരി ഒരു കാഞ്ചനയായിട്ട് മാറിയത്. ഇപ്പോൾ റെനയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചൊറിയണം. ഇത്രയും ദിവസം അനുമോളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അത് നൂറയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നൂറ് അതങ്ങ് കത്തിച്ച് കൈ കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ലൈവ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്, ഗിസേലിന് എപ്പോഴും മസാജ് വേണം. ആ മസാജ് ചെയ്തു കൊടുക്കുന്നത് ആര്യനോ അല്ലെങ്കിൽ റെനയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഈ ഒരു കാര്യം ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചർച്ച ചെയ്തിട്ടേയില്ല. പക്ഷേ ഇന്നലെ ഇരുന്നിരുന്ന് നൂറ് ഈ കാര്യം എടുത്തങ്ങ് ഇട്ട് കേട്ടോ. ഒരു ഹിന്ദി ബിഗ് ബോസിൻ്റെ പോലെയൊക്കെ ആണ് കേട്ടോ രാത്രി ആയിക്കഴിഞ്ഞാൽ ഗിസേലിൻ്റെയും ആര്യൻ്റെയും റെനയുടെയൊക്കെ ഒരു പരിപാടി എന്ന് പറയുന്നത്. റെന മസാജ് ചെയ്യുന്ന പോട്ടെന്ന് വയ്ക്കാം അല്ലേ. അപ്പോൾ ഒരു ദിവസം അനുമോളുടെ ഷവർ കിറ്റ് കാണാതിരുന്ന് ഷവർ കിറ്റ് തേടി ആര്യൻ്റെ അടുത്ത് ചെന്നപ്പോഴും കണ്ടതാണ്. ഗിസേലും ആര്യനും കൂടി ഒരു പുതപ്പിനുള്ളിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അന്നേയെല്ലാം ഒരുപാട് ട്രോളൊക്കെ കിട്ടിയൊരു വീഡിയോ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ആ കാര്യം നമ്മുടെ നൂറ് എടുത്തങ്ങ് ഇടുകയും ചെയ്തു കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തരും മസാജ് സെൻറ്റർ വരെ തുടങ്ങും, ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മസാജ് സെൻറ്റർ വരെ തുടങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ റെന പറയുന്നു, ഓ നിനക്കെന്താ ജലസാണോ എന്നോട് ജലസാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിന് ജലസ് കാണിക്കണം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഇത്രയും താഴ്ന്ന ആൾക്കാരോട് സംസാരിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല, എൻ്റെ ലിസ്റ്റിൽ പോലും ഇല്ല. പക്ഷേ ഇവിടെ ഇത്രയും ചർച്ചയൊക്കെ നടക്കുമ്പോൾ അനുമോള് ഒന്നും മിണ്ടാതെ, ഓ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. നേരെ ചൊവ്വയിലുള്ള മസാജൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ഈ പുതപ്പിനടിയിലുള്ള മസാജ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ആര്യനും ഗിസേലും ഒക്കെ ഫുൾ ടൈം മസാജിലാണ്. മസാജ് സെൻറ്റർ വരെ തുടങ്ങിയേക്കാം, റെനയും കൂടെയൊക്കെ തുടങ്ങിയേക്കാം എന്നാണ് നൂറ പറയുന്നത്. അപ്പോൾ ഇനി മസാജ് സെൻറ്ററിനെ പറ്റിയുള്ള ചർച്ചയൊക്കെ ഇന്ന് രാത്രി ഉണ്ടാവോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ ഒരു വഴക്ക് കഴിഞ്ഞതോടെ ആര്യനും ഗിസേലും റെനയൊക്കെ ഫുൾ സൈലൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു വർത്തമാനം ഇല്ലാണ്ട് അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോവുകയാണ് കേട്ടോ. റെനയ്ക്കാണെങ്കിൽ എന്നും ഒരു കണ്ടന്റ് വേണം. ആ കണ്ടന്റിന് വേണ്ടിയിട്ട് പുള്ളിക്കാർ ഓരോരുത്തരെ ചെന്ന് അങ്ങ് ചൊറിയൊക്കെയാണ് കേട്ടോ, അങ്ങ് ഇറിറ്റേഷനാണ്. അപ്പോൾ അവരുടെ വായിൽ നിൽക്കുന്ന കേട്ട് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഒരുവിധം സമാധാനമാവും. അത് കഴിഞ്ഞിട്ട് പോയൊരു കരച്ചിലൊക്കെയാണ് കേട്ടോ. എന്തായാലും നൂറ് എന്തായാലും ലൈവ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയാൻ പഠിച്ച കാര്യം നൂറ് എന്തായാലും മുഖത്ത് നോക്കി നല്ല പോലെ അങ്ങ് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.